അതെ ഞാൻ പറയുന്നത് ചേച്ചി പറയണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ടെൻഷൻ ഉണ്ടോ ചേച്ചിക്ക്? ടെൻഷൻ തോന്നാ പിന്നല്ലാണ്ട്. അതെ പേടി വല്ല അഴയണ ജന്തു ജീവജാലങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ് പേടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടി ടാസ്ക്കാണ്, ഫൺ ടാസ്ക്കാണ്. ടാസ്ക് ചെയ്യുന്ന ആള് ഭവിതയാണ്. അതിന് മുന്നേ പരിചയപ്പെടുത്താം ആൾക്കാരെ. എൻ്റെ ചാനലിൽ 2 അനിയന്മാരുണ്ട്. അനിയന്മാരിൽ ആദ്യത്തെ അനിയൻ്റെ വൈഫാണ് ബബിത, രണ്ടാമത്തെ അനിയൻ്റെ വൈഫാണ് നവ്ലി. അപ്പോൾ ടാസ്ക് ചെയ്യാൻ പോകുന്നത് ഭവിതയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും പിന്നെ കുറച്ച് പേരും കൂടി ആലോചിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നവ്ലി പറയുന്നതായിരിക്കും. ടാസ്ക് ഇങ്ങനെയാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 നമ്പറിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്ലേറ്റിൽ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കും. കാണിക്കല്ല, ഇവിടെ പ്ലേറ്റിൽ വെക്കും. ആ സമയത്ത് ചേച്ചി കണ്ണ് കെട്ടിയിരിക്കും. ചേച്ചിക്ക് കാണാൻ പറ്റില്ല, അതെന്താണെന്നുള്ളത് കാണാൻ പറ്റില്ല. ചേച്ചിയുടെ കൈ ഉപയോഗിച്ചിട്ട് അത് തൊട്ട് തലോടി എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിക്ക് അത് മനസ്സിലാക്കിയെടുക്കാം. അല്ലാണ്ട് അമർത്തൊന്നും വേണ്ട. പിന്നെ അതിൽ കടിക്കുന്നത് ഉണ്ടാവാം, കടിക്കാത്തത് ഉണ്ടാവാം, ചിലപ്പോൾ ഇങ്ങനെ ആക്കണവരുണ്ടാവാം, അങ്ങനെ ആക്കണവരൊക്കെ ഉണ്ടാവാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. എന്താ സാധനം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് അത്രയും നല്ലത്. ടച്ചിങ് മാത്രമോ? ടച്ച് ചെയ്തിട്ട് സാധനം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സ്മെല്ല് ചെയ്യാനൊന്നും പറ്റില്ല, വെറുതെ ടച്ച്. കൈ കൊണ്ട് ഫൈനലായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തംസ് അപ്പ് പറയാ. എന്നിട്ട് കെട്ടഴിക്കാൻ ഞങ്ങൾ പറയുമ്പോൾ കെട്ടഴിക്കാം. എത്ര ഐറ്റംസ് ഉണ്ട്? ഒരു 15-ന്റെ ഉള്ളിലുണ്ട്. കുറവുണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. വേഗം തൊട്ട് വേഗം സാധനം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ടാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങണ്ടേ? തുടങ്ങാം. കാണാനടി ഇതെത്രയാ? ഇപ്പൊ കാണാനോ? ഇല്ല, അപ്പൊ കാണില്ല. നേരത്തെ കുറച്ച് കയറി കിടക്കുകയായിരുന്നു, അത് കാണുന്നില്ല. ഇപ്പൊ കാണില്ല. അധികം ഇപ്പൊ എത്രയാ? 1 കാണിച്ചേ. ഇതെത്രയാ? 5. അതാ കാണിച്ചേ. അതല്ല, ഓട്ടോമാറ്റിക് ആയിട്ടല്ല, ഒരു 1, 5 ആദ്യം കാണിക്കുക. 3 അല്ലേ? അപ്പൊ നമുക്ക് സംഭവം വെച്ച് തുടങ്ങാം അല്ലേ? പേടിക്കുന്ന ഐറ്റംസ് ഒന്നും പാടില്ല. ഞങ്ങൾ പറയുമ്പോഴേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അതേ പേടി ചേച്ചി തുടങ്ങിക്കോ. ഞങ്ങൾ നല്ല നീക്കാം, നല്ലത് അമർത്തൊന്നും വേണ്ട. ഫൈനൽ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തംസ് അപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയാൻ കിട്ടില്ല. ഞങ്ങൾ നീക്കാം. അത്രയും നന്നായിട്ട് കളിക്കുന്നില്ല. കടിക്കില്ല, കടിക്കൊന്നും ഇല്ല. പ്ലേറ്റ് കാണിച്ചു കൊടുത്തോ? ഞങ്ങൾക്ക് പ്ലേറ്റ് കാണിച്ചു കൊടുത്തോ? പ്ലേറ്റ് ഞാൻ കണ്ടു. പേടിയാണ് വല്ല ജീവുള്ളതൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള നീ കണ്ണ് ഊരെടുത്തിട്ടാ കണ്ണ് കെട്ടിയത്. പേടിക്കാനുള്ള സാധനങ്ങളൊന്നും വെക്കില്ല. നിനക്ക് പിടിക്കാം. കടിക്കില്ല, തൊട്ടോ. അതെ പേടി വന്നിട്ട് തൊണ്ടാരണം കൊണ്ടാ. അത്രേ ഉള്ളു, സിമ്പിൾ സാധനം. കൊടപ്പുളിയാ? കൺഫേം ചെയ്യാണെങ്കിൽ കൊടപ്പുളി. കൊടപ്പുളി. ഇതാണ്. വെച്ചു തൊട്ടോ? തന്നെ തൊട്ടാ മതി.
ഇത് ജീവനതാ ജീവനില്ലാത്തതൊക്കെ ഉണ്ട്. അല്ല ചത്തതാണോ അതാ പൂവോ? കടിക്കില്ല, അത് കടിക്കില്ല. അതെ എന്റെ അടുത്ത് നീങ്ങുന്നുണ്ടാ ഞാൻ വലിയ ആ വയറുമ എന്താ തൊട്ട് ചേച്ചി അത് ലേശം ഇളകുള്ളോ? എന്താ മോള് നീ പറയണേ? അത് കാറ്റിനിറങ്ങുന്നതാണ്, വേറെ ഒന്നുമില്ല. അതെന്തൊരു പഞ്ഞി പോലെ എന്ത് സാധനം? പിടിച്ച് നോക്കാറിയാലോ. എനിക്ക് തോന്നുന്നു ജീവുള്ളത് വെക്കരുത്, ജീവനുള്ളത് വെക്കണില്ല, ജീവില്ലാത്തത് വെക്കരുത്. ഞാൻ പറയുന്നത് ഈ പല്ലി പഴുതാര അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പാടില്ല. ഇതിനെന്തൊരു പഞ്ഞി പോലെ പേടിക്കാൻ മാത്രമൊന്നും എന്തിനാ എടുക്കണത്? എന്തിനാ? ഒന്നോ രണ്ട് കൈയോടും കൂടി വെച്ച് നോക്കി നോക്കി അപ്പൊ തന്നെ മനസ്സിലാവും. എന്തൊരു പഞ്ഞി സാധനമാണ് ഈ തലോണയിലൊക്കെ നടക്കണ പഞ്ഞിയ. വരുന്നുണ്ട് കോഴിത്തൂല് അവസാനം കൺഫേം ഏതാ വെച്ചാല് കോഴിത്തൂല്. ആ കോഴിത്തൂല്. ഈ സാധനമൊക്കെ എവിടുന്ന് നാട്ടിലൊന്നും കോഴിയില്ലേ? അല്ല ഒറിജിനൽ അല്ലേ? അല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ തൂവല്ലേ? ഇത് കൂടെ പൊളിച്ചുണ്ടാക്കിയ സാധനം. കോഴിത്തൂവല തൊടുമ്പോ ഞാൻ ആദ്യം വിചാരിച്ചേ ഇനി അടുത്തായിട്ട് ചേച്ചി എനിക്ക് കാണാം. നൗല് കിട്ടി കൊടുത്തേ നേരത്തെ അതഴിക്കണ്ടേന്നില്ല. പക്ഷെ കാണണ്ട എന്താ സംഭവം. ഈ സാധനം ഞാൻ ആദ്യം തൊട്ടപ്പോ ഒരു പേടി. ഞാൻ ധൈര്യത്തോടു കൂടി ഞാൻ തൊടും. അടുത്ത സാധനം നൗലിയാണ് വെക്കുന്നത്. വെച്ചാ വെച്ചു. ഒക്കെ ഈ പഞ്ഞി പോലത്തെ സാധനം ഭർത്താവേ. അതിന് തൊട്ടിട്ടും കൂടി ഇല്ല. ഞാൻ തൊട്ടു. എപ്പോ ഇപ്പോ വഴുവഴുപ്പ്. കർത്താവേ ചത്തവ മീനാണോ കർത്താവേ? ദൈവത്തിനറിയാം. എന്നെ കൊണ്ട് വെഴുപ്പിക്കരുത്. തിന്നിട്ടാ വഴിക്കൊക്കെ സാധനം തൊടുന്നത് എന്താന്ന് മനസ്സിലായി. നീ പറഞ്ഞോ? എന്നിട്ട് കൺഫേം ചെയ്തോ? തൊടണ്ട വഴുവഴുപ്പ്. എന്നിട്ട് തടവിൽ വെച്ചേക്കുന്നത് കയ്യിലൊക്കെ പിടിച്ചു നോക്കാട്ടാ. മീന് എന്റെ കർത്താവേ, മീനൊക്കെ കൊടുന്ന് വെച്ചേക്കണെങ്കില് ഉറപ്പാണോ? മീനല്ലേ? അത് വല്ലാതെ ദേഹത്ത് വെക്കണ്ട. നീ മീനൊക്കെ കിട്ടി. അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ഐറ്റം ഇതാണ്. തൊട്ടോ? മെല്ലെ മെല്ലെ മെല്ലെ. എന്ത് മക്കളെ മെല്ലെ തുടങ്ങാൻ ചാടി പോവോ? നിങ്ങൾ പൊന്തിക്കണ്ട. ഞങ്ങളൊന്നും പൊന്തിക്കുന്നില്ല. പക്ഷെ കർത്താവ് ഇങ്ങനത്തെ ഈ ചിറകൊക്കെ ഉള്ളത്.
മേടിക്കണം പോലെ മെല്ലാം മുട്ടണം. പോലത്തെ സാധനമൊക്കെ പറ്റും, ഭഗതിക്ക് പറ്റും. അതെന്തായാലും പറ്റി, 3 പറ്റി. അല്ലേ ഇത് ചൂടിക്കയറ അല്ല അതുപോലെ ആ സാധാ നമ്മള് പൊതികട നെക്സ്റ്റ് ആയിട്ടാ. ഓക്കെ തൊട്ടോളൂ. ചെറിയൊരു സാധനം. കർത്താവ് ഇതിന്റെ പാത്രത്തിന് ചുറ്റും കടിക്കില്ല, എന്തായാലും കടിക്കണം. ഇതെവിടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പോയില്ല അത്. 2 കിലോ പേടിയല്ലേ? 2 കൈ കൊണ്ട് പിടിക്കുക ചേച്ചി, ചെറുതാണ്. ഇതിപ്പോ എനിക്ക് കാണുന്നില്ല. നീ അതാലോചിക്ക്. സെന്ററിക്ക് വാ, പ്ലേറ്റിന്റെ സെന്ററിക്ക് ആയിട്ട് വാ. പേടിക്കാനുള്ളതല്ല, എന്തായാലും കടിക്കുന്നില്ല. കടിക്കില്ല, പറ്റും. സിമ്പിൾ സാധനമാണ്. ചേച്ചി 2 കൈ കൊണ്ട് പിടിച്ച് നോക്ക്, എടുത്തോ, കയ്യിലെടുത്തോ, കുഴപ്പമില്ല. കടിക്കില്ല, എന്തായാലും ചേച്ചി പേടിക്കണ്ട കേട്ടാ. ചേച്ചി എന്നിട്ടാ തട്ടിക്കളയല്ലേ പതുക്കെ. ആ കൈ കൊണ്ട് പിടിച്ചോ, നോക്കിക്കോ എന്താന്ന്. ഞാൻ എടുത്താ അടുത്തു തൊട്ടുനോക്കിക്കോ, കുഴപ്പമില്ല. എന്തൊരു ചെടിയാണോ? മറ്റേ തൊട്ട് നോക്ക്, റോസാപ്പൂവിന്റെ. തൊട്ട് നോക്ക്, ശരിക്ക് തൊട് പിടിച്ചിട്ട് കയ്യിലെടുത്ത് നോക്കിക്കോ. നമ്മുടെ അവിടെ പറഞ്ഞില്ലേ ഒരു മുള്ളു ചെടി, ശരിക്ക് തൊട്, ഫുള്ള് തൊട്, എന്നാലും മനസ്സിലാവുള്ളൂ. ഫുള്ള് തൊട്, എന്നാലും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ചെടി ഇതുവരെ മനസ്സിലായില്ലേ? കൺഫേം ആണോ? ഉറപ്പാണോ? കയ്യിലെടുത്ത് നോക്കിക്കോ ചേച്ചിയെ, പേടിക്കണ്ട, എടുത്ത് നോക്ക്, എന്നിട്ട് തൊട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും. എടുത്തോ, പേടിക്കണ്ട. കയ്യിലേക്ക് കിട്ടിയില്ല, മനസ്സിലായ? എന്താ അതന്നെ മുള്ളുള്ള ചെടി. മതി, മതിയില്ലേ? കൺഫേം അല്ലേ? മുള്ളുള്ള ചെടി എത്ര ദിവസം കൂടെ സാധനം അതൊക്കെ ഒപ്പിച്ചു. ഇത് തന്നാൽ പ്രത്യേകം നമുക്ക് സ്മരണാഞ്ജലി ഉണ്ട് കേട്ടോ. അപ്പൊക്ക് നെക്സ്റ്റ് ആയിട്ടുണ്ടോ? എന്താ ഇത്? അല്ല ചാണതാണ് ചെവിയാ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ തൊടാ തൊടാ. ഇതിന് തൊടണം, മെല്ലെ തൊടാം. നീ നേരത്തെ പറഞ്ഞു മെല്ലെ തൊട്ടോളം പീച്ച് ആയിരുന്നു. ഇതിനൊക്കെ അധികം വല്ലാണ്ട് ആക്കണ്ട, പ്ലേറ്റ് രണ്ടാമത് കഴിഞ്ഞിട്ട്
അതെ പീച്ചരുത് പിന്നെയും പിന്നെയും പറയരുത്. അതിനെ അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ കൈ അങ്ങോട്ട് എടുക്കാൻ ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മെല്ലെ കയ്യിൽ എടുത്താൽ മതി. കയ്യിൽ പിടിച്ചോ, കുഴപ്പമില്ല, ഒന്നും ചെയ്യില്ല. കയ്യിലെടുത്തോ, മെല്ലെ മെല്ലെ മെല്ലെ, പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. നേരത്തെ ഞാൻ കണ്ടുകൊണ്ടുള്ളത് എന്തായാലും കടിക്കില്ല, ഉറപ്പാ. അത് മുഴുവനും തൊട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്താ സംഭവം മനസ്സിലാവും. ചേച്ചി ഇപ്പൊ എന്റെ ബാക്കിൽ മാത്രം തൊടണമോ? എന്നിട്ടിങ്ങനെ അതിന് കയ്യിലേക്ക് എടുത്തോ, കയ്യിലേക്ക് എടുത്തോ ചേച്ചിയെ. മെല്ലെ എടുത്തോണേ, മെല്ലെ എടുക്കണേ. ഒരു വടിയാണെന്ന് തോന്നുന്നു അല്ലേ? വടി മനസ്സിലുള്ള വടി അല്ലേ? കൺഫേം ആണോ? ആ ഇതിനെ വടി എന്ന് പറയാ. അതേടി ഇത് ഫുൾ അങ്ങനെയാ കാനുണ്ട്. ഉറപ്പല്ലേ? ആ വടിയല്ലേ? ആ വടിയാണ് വടി. അപ്പൊ കൺഫേം ആണേ. ആ കട്ടടിക്കാൻ പോവാ. വടി വെച്ച ഇവിടെ ചിലർ പുകയ്ക്കാറ്. അതല്ലേ ഈ ഭാഗം മനസ്സുണ്ട്. അത് മുഴുവനും തൊടണം. ഇവിടൊക്കെ തൊടുമ്പോഴാണ് മനസ്സിലാവുക. ഇത് തൊട്ടാലും ഒന്നും അറിയില്ല. അത് മനസ്സിലാവും. അത് ഉപയോഗിക്കാം ആർക്കെങ്കിലൊക്കെ. മോശമാക്കണ്ട. അപ്പൊ ശരി, പ്രാർത്ഥന എത്തിക്കേ. പ്രാർത്ഥന കയ്യിലേക്ക് ചാടണത് വൈദ്യുതി ചാണ്ടല്ലോ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഏയ് ഇളക്കല്ലേ, പ്ലേറ്റ് ഇളക്കല്ലേ. അത് ചാടൂട്ടാ. വലിയ കളി കുസ്തിക്ക് നിൽക്കാൻ നിൽക്കണം. എന്നെയാണോ പറ്റിക്കാൻ ശരിക്കും കൊടുക്കണം കേട്ടാ. അതെ അത് കൊടുക്കാം. അതെ കിട്ടൂട്ടാ. ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അത് ഞാൻ നിങ്ങളെ മേടിക്കുന്നത് അങ്ങനെ തന്നെ കാണാം. ഓക്കെ. ഞാൻ അപ്പുറമുള്ളത് കൊടുന്നു വരും. ഞാൻ അപ്പുറത്തെ വീട്ടിൽ മറ്റേ ജീവനുള്ള പോയെല്ലാം കുടിച്ചിട്ട് കൊടുത്തു വെക്കും. ചേച്ചി അടുത്തത് എടുക്കാം. നെക്സ്റ്റ് ഐറ്റം വെച്ചു വെച്ചു. സിമ്പിളാ, ഭയങ്കര സിമ്പിളാ. നേരത്തെ പോലെ മതി, തൊട്ടാ മതി, മനസ്സിലാവും. എന്ത് സിമ്പിൾ അല്ലേ? കടിക്കില്ല എന്തായാലും. എന്തൊക്കെ സാധനം അത് ചവിട്ടിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ. എല്ലാരെങ്കിലും പോലെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് പിച്ച് പൊളിക്കണ തോട് തോടല്ല അത് സ്ക്രബാണോ മക്കളെ? സ്ക്രബ് ബണ്ണ് പോലെ ടീച്ച്. അതേ മറ്റത് കൊടുക്കാം. ആ അത് ഏറ്റവും ലാസ്റ്റ്. നെക്സ്റ്റ് ഐറ്റം ഞാൻ പാവല്ലേ വിചാരിച്ചിട്ട് വെച്ചപ്പോ ഓടി കഷ്ടപ്പെട്ട് തൊട്ട് പറയാൻ തന്നെ വേണോ? എനിക്ക് നെക്സ്റ്റ് ഐറ്റം എന്നോടാണോ കളി രാമ? നെക്സ്റ്റ് ഐറ്റം അല്ല കഴിക്കണ ഐറ്റംസ് ഒക്കെ വെച്ചോളെ. കഴിക്കണ ഐറ്റം. ഇതൊരു ഇത്ര ഹൈറ്റ് തൊട്ടിട്ട് പറയേ. കവറ് തൊട്ട് പറയണ എന്താ സാധനങ്ങൾ? കവറ് ഇരുട്ടിൽ കള ഖബറിൽ ജീവനുകളെല്ലാം കൊണ്ടു വെച്ചേക്കാം. ഇതിനൊക്കെ വിസ്പറൊക്കെ ചൂട് അവർക്ക് ശരി സമ്മതിച്ചു. പച്ചയാ? മഞ്ഞ
ഓ ശബ്ദം നോക്ക്. ഓക്കെ തൊട്ടോ ഞാൻ വിളിച്ച് കുറച്ച് നീങ്ങുന്നോ. നടുവിക്കാക്കിക്കത് ഇളകുണ്ട് ഇളകുണ്ട്. അതെ 2 ജീവൻ തന്നു മതി. ബലി ചെറിയ സെക്കൻഡ് ഒന്ന് നടുവിക്കാക്ക് നടുവിക്കാക്ക് അല്ലെങ്കിൽ ചാടും ചിലപ്പോ. ആ മതി മതി മതി. ഇളകണു നടുവിക്കാക്ക്. മക്കളെ കയ്യിലെ ചെക്ക ശരി അടുത്തത് എടുക്കാം. ഭയങ്കര കൂളായിട്ട് അടുത്തത് വരുന്നുണ്ട്. കൈതച്ചക്ക ഇതൊക്കെ കൈതച്ചക്കടൊക്കെ കൊടുന്നു വെരി സിമ്പിൾ പുറകെ മനസ്സിലാ എന്തേ എന്താണ് ഞാൻ ചേച്ചിയില്ലടി ഞാന് ഈ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ടാ. ആ കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം വെച്ചാ ഇല്ല വെച്ചിട്ടില്ല മേടിക്കും വെച്ച് കഴിഞ്ഞാൽ പറയാട്ടാ. പ്ലേറ്റ് നിരക്കുന്നതാ പറയാൻ പറ്റില്ല മക്കളെ നിങ്ങളായതുകൊണ്ട്. തൊടണ്ട ആ മതി 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 മതി. പറഞ്ഞില്ലെന്ന് വേണ്ട ജീവൻ നീ നേരത്തെ തന്നെ പറ്റിച്ചു ജീവണ്ടെന്നാണ്. ഇപ്പൊ തൊട്ടിട്ട് പറഞ്ഞില്ല ത്രാസായിട്ടില്ല കൊണ്ടുവച്ചേക്കണേ. വേണമെങ്കിൽ അത് പിടിച്ചോ കയ്യിലെടുത്തോ അല്ലെങ്കിൽ മനസ്സിലാവില്ല കയ്യിലെടുത്തോ. എന്തുട്ട് അതെ ഞാൻ നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇളക്കണതല്ല അത് തന്നെ ഇളകണതാ. പോടുന്നു ഞാൻ എത്ര നേരം ഇവിടെ തൊട്ടിരുന്നേ. അപ്പൊ അതിനിപ്പോ കാണാനില്ല അവിടെ. എന്താ നോക്ക് ഇനി വരാൻ ഞാൻ പറഞ്ഞില്ലേ ജീവൻ ഉണ്ടെന്ന്. അതല്ല ഞാൻ ഇങ്ങനെ തൊടുമ്പോ ഈ സണ്ണി ഇങ്ങി പോണ്ട്. നിങ്ങളൊക്കെ ആൾക്കാര് എന്റെ കൈ ഇവിടെ മോളെ ചേച്ചി ഇത് എടുത്തോ കയ്യിലെടുത്ത് നോക്ക് അപ്പൊ മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാവില്ല. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത് ഇവര് നീക്കുണ്ട്. അപ്പുറത്തും നിന്നിട്ടേ ജീവനുണ്ട് അത് നീങ്ങുന്നുണ്ട്. പ്ലേറ്റിന് പുറത്തേക്ക് പോകുമ്പോ സാധനത്തിന്റെ പേരെന്താ മനസ്സിലാവില്ല. അല്ല അത് പ്ലേറ്റ് ഇട്ടായോ ചേച്ചി പ്ലേറ്റ് കിട്ടെ പുറത്തേക്കാവണം ഇല്ല. അതാ എനിക്ക് വെക്ക് വേഗം. വെച്ചിട്ടുണ്ട്. ചേച്ചി പൊക്കി നോക്കി നോക്കി മനസ്സിലാവോ നോക്കി. പൊക്കണ്ടേ പക്ഷെ അത് മനസ്സിലാവുന്നില്ല എനിക്ക്. ആ ഡെറ്റോൾ എടുത്ത് വെച്ച സൈഡില് ജീവനുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ജീവനുള്ള സാധനമാണ്. ഒന്നും തോന്നുന്നില്ല. ഇത് നേരത്തെ തൊടുമ്പോ വേറെ കുറച്ച് സാധനം ഇതിപ്പോ വേറെ സാധനം. ചേച്ചി ഫുള്ളായിട്ട് തൊട് അറ്റം വരെയൊക്കെ തൊട്ടോക്ക്. അറ്റത്തേക്ക് തൊട്. ഇലാസ്റ്റിക്കാ അതെ എലാസ്റ്റിക്. ചേച്ചി തെറ്റം തൊട്ടോക്ക് അപ്പൊ മനസ്സിലാവും. റബ്ബർ റബ്ബറാ എനിക്ക് ധൈര്യമായിട്ട് റബ്ബറാണ്. രണ്ട്
അതെ ഒരു റബ്ബറാണ് സാധനം. അതെന്താണെന്ന് എനിക്ക് പറയാറില്ല. ഓക്കെ, ഞാൻ രണ്ട് തുറപ്പിച്ചു തരാം. കയ്യില് പിടിച്ചോ ചേച്ചി, കയ്യില് പിടിച്ചോ. ആ വേണ്ട. ഓക്കെ 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 ഓക്കെ. വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, തുറന്നോ. മാറ്റി വെക്കരുതട്ടാ, ഞാൻ റബ്ബർ തന്നെ തൊട്ടത്. ഓക്കെ. ഇതാണ് ഞാൻ ഫസ്റ്റിന് തൊട്ടത് അല്ലേ? അല്ല, ഞാൻ ആദ്യം തൊട്ടപ്പോ പേടി, പിന്നെ സാധനം പിന്നെ ഞാൻ മനസ്സിലേക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വെച്ച് വെച്ച് ഞാൻ വൈകിയാലും മനസ്സിലാവുള്ളൂ. ചൂട് കൊടുക്കുന്നു. എനിക്കൊരു വടി തെറ്റ് എന്റെ കൈയോട് തൊടാൻ വയ്യേക്ക് തൊട്ടേ പറ്റൂ, കാരണം പറ്റില്ല. ഞാൻ പ്ലേറ്റിൽ ഈ അറ്റത്തുനിന്ന് തൊട്ട് തുടങ്ങും, പിന്നെ എങ്ങാനാവും. നടുവിക്ക് നോക്കട്ടോ, നടുവിലാണ് കിടക്കണേ. ചെറുതാണ് നടുവെന്ന് പറയുമ്പോ അതാണ് നടുവ്. എന്തൊക്കെ കിട്ടിയില്ലേ? വേണ്ടെന്ന് വെച്ചതാ. പിന്നെ അല്ല ഈ സാധനം ഒന്നുമില്ല. കൈ വെച്ചുകൊടുക്ക, എന്റെ മേലേക്ക് വെച്ചുകൊടുക്ക. അതൊക്കെ തൊട്ട് തലോടി കാണിച്ചു. നീങ്ങുന്നോ എപ്പോഴത്തേക്ക്? പിന്നെ ചേച്ചി മേലേക്ക് ആക്കണ്ട, മീനിനെ തൊട്ടിട്ട്. ഞാനീ വയ്യതൊക്കെ കത്തി എടുത്തിട്ട് മണ്ണിലൊക്കെ വെറുതെ ഇന്നലെ പറയാ മീന് കൊറേ ദിവസം തേറ്റിട്ട് കൊടുത്തിട്ട് മീൻ ഉണ്ടാവും പറഞ്ഞിട്ട് മൂപ്പിനല്ല കിടക്കണുണ്ടായ. ഞാനത് വിശ്വസിച്ചു. എന്നാലും അവൾ ഇത് കൂടെ ഇങ്ങനെ കണ്ടുപിടിച്ചത് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഇവിടെ എത്തിച്ചു നോക്കി. പതുക്കെ ചതക്കല്ലേ നമുക്കല്ലേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ലില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. എനിക്കറിയില്ല. തുറണം തുറണം തുറണം. ഇല്ല സാറുകുട്ടിയെ സാറക്കുട്ടിന്ന് പറയുന്നില്ല. എവിടെ പൊന്നിവിടെ ഇതെന്താന്ന് പറയും പൊന്ന. ഇല്ലില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. തട്ടിയാ മതി. മരണക്കിണറ. അതെ ഞാൻ ടച്ചും കൂടി ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ അത് ടച്ച് ചെയ്ത് പിന്നെ തൊട്ടാ എവിടെ ടച്ച് ചെയ്തല്ലേ? ജീവനല്ലേ കല്ല് കല്ല് കല്ല ശരിക്കും തൊട്. പറ്റില്ല, അത് വെറുതെ പറയണ്ട, എന്തെങ്കിലും തൊട്ടോ 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 ശരിക്കും തൊടത്. വളപ്പൊട്ട് ഉറപ്പിച്ചാ ലാസ്റ്റ് ആയിട്ട് ഒന്നും തൊട്. പോയി സാറുകുട്ടിയെ മേമ പറഞ്ഞ ശരിയല്ലേ? ആ മതി. നോക്ക്, ഞാൻ നേരത്തെ ഉരുളങ്ങല്ല് പറഞ്ഞ സാധനം തൊട്ടെ. ഇപ്പൊ വേറെ എന്തൊക്കെയോ സാധനം ഉണ്ട്. അത് തോട്ടിട്ടും കൂടി ഇല്ല, വെറുതെ കാണിക്ക. ക്യാമറയിൽ വരൂല, തൊടണ പോലെ തൊട്ടിട്ടും കൂടി ഇല്ല. അതിനൊന്ന് ഫീൽ ചെയ്യണ്ട തൊട്ടൂന്ന്. ആ ഞാൻ പറഞ്ഞ ചൂണ്ട് ചൂണ്ട് തേരട്ട തുറക്ക്, വേഗം തുറക്ക്. തേരട്ട അതിങ്ങനെ നല്ല കന്നത്തിലുള്ളതാ. തേരട്ട തുറക്ക് വേണം. ആ അതിന് തൊട്ട് തലോട്ട് പല്ല പരിചയമുണ്ട്. ഇതെന്ത് സാമ്പത്തിക തേരട്ടത്? ഒരു നീക്കിയിട്ട് ഒരു മയല്ല. അതന്നെ
കർത്താവേ. അത് അതിനെന്തോ എന്തോ ഒരു വ്യക്തിയുടെ സാധനത്തിന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തൊട്ടത്. അടുത്തത് കേട്ടോ. അത് നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റാണ്. ഓക്കെ വെച്ചാ ഇതും പേടിക്കാനുള്ളതാണ്, കടിക്കാനുള്ളതാണ്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇനി എനിക്ക് തൊടാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് നീങ്ങി സൈഡ്. ചേച്ചി പാത്രത്തിന് നടുവെക്ക് അത് എഴയണം ആ മതി മതി ചേച്ചി തൊട്ട്. ഈശോ ഞെക്കി കൊല്ലു. ചേച്ചി പതുക്കെ തൊടട്ടത്. തൊട്ടോക്ക് ഫുള്ളായിട്ട് കയ്യിലെടുത്ത് നോക്കി നോക്കിയാ എന്നാലേ മനസ്സിലാവുള്ളൂ. കയ്യിലെടുത്ത് നോക്ക് പോയി. ചേച്ചി ഒന്ന് തട്ടി നടുവേക്കിട്ടെ. അതെന്നെങ്ങുണ്ട്. മതി മതി മതി. ചേച്ചി ഒന്ന് തൊടു. ആ കിട്ടിയുണ്ട് കിട്ടിയുണ്ട്. ചേച്ചി ചേച്ചിയുടെ മെറ്റിക്കാൻ കയ്യിലെടുക്ക ചേച്ചി. കയ്യിലെടുക്കും. ജീവളാൻ എടുത്തിട്ടില്ല. അത് പ്ലേറ്റിന്റെ പുറത്തേക്ക് ചാടണായിരുന്ന. മതി 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 മതി. ആ തൊട്. ഞാൻ ആലോചിക്കും മിറ്റത്തുള്ള സാധനം. മണ്ണിര ഇത്ര കട്ടിയോ? ശരിക്ക് തൊട്ട്. പക്ഷേ കൊമ്പൊക്കെ ചേച്ചി ചേച്ചി ആ എനങ്ങാണ് എന്നെ നടുവയ്ക്കട്. മതി മതി. ആ കൊമ്പൊക്കെ ഉണ്ടല്ലോ അതിന്. അതന്നെ മണ്ണിര. മണ്ണിര ഇങ്ങനെയാ. അത് ചിലപ്പോ എല്ലാം കൂടി കുട്ടികളെ ഇരിക്കണ്ടാവും തോന്നുന്നു. മതി. ശരി ശരി കയ്യിലെടുത്ത് നോക്കത്. എന്താ എന്റെ പേരറിയില്ല. അവള് കണ്ടോ? അവളതിന് മൊത്തത്തില് പാമ്പ് എന്നൊരു വർഗത്തിൽ പെടുത്തതാണ് അറിയാം. തലയിലിട്ടിട്ടാണ്. എന്തെന്നെ കൊമ്പുള്ള മണ്ണിരിയ തുറന്ന മണ്ണിരി തന്നെയാണത്. അത് 2-3 ഇടുമ്പോ അത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ അത് കട്ടി തോന്നിക്കുന്നതാ. നിങ്ങൾക്കൊ തുറന്നേ. കൊമ്പുള്ള മണ്ണിരി. സത്യത്തിൽ ഞങ്ങള് മണ്ണിരനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നീളത്തില് നല്ല വണ്ണത്തിലുള്ള മണ്ണിരനെ ഇന്നലെ തന്നെ പലയിടത്തും പോയി നോക്കി കുത്തികളക്കി. 2 ദിവസം മഴ പെയ്ത കാരണം കൊണ്ട് മണ്ണിരനെ വേഗം നല്ല കുറച്ച് മെനക്കെട്ടിട്ട് കിട്ടി. അപ്പൊ ചേച്ചി ചോദിച്ചു എന്തിനാണ് ചോദിച്ചപ്പോ പറയുന്നത് സാറുകുട്ടിയുടെ മീനുണ്ട്. ആ മീന് കൊടുക്കാനാണ് പറഞ്ഞു ഞാന്. അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അതിന് വെള്ളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി പൊതിഞ്ഞ് സൂക്ഷിച്ച് എടുത്ത് വെച്ചതായിരുന്നു. ഇന്നതിന് ഭംഗിയിൽ പൊടിഞ്ഞ് റെഡിയാക്കി വെച്ചു. അതിനിടയിൽ ഉണ്ണി പറഞ്ഞപ്പോ ചേച്ചി പോയത് ഉണ്ണിനെ ഉറക്കാൻ വേണ്ടി പോയതാ. ആ നേരത്തിന്റെ ഇതിനുള്ളിൽ കൂടെ എത്തിച്ചു നോക്കി അത് കണ്ടുപിടിച്ചു. മോശല്ലേ? വിഷമാവില്ലേ? അതിന് വേണ്ടിട്ടാണ് തേരട്ടേനെ ഇപ്പൊ പോയിട്ട് പിടിച്ചു കൊണ്ടതാണ്. എക്സ്പീരിയൻസ് നല്ല നല്ല എക്സ്പീരിയൻസ് ജീവളങ്ങളെ കൂടുതൽ എല്ലാം ജീവള. പാറ്റയുടെ എങ്ങനെയുണ്ടായിരുന്നു? പാറ്റയുടെ ശരിക്കും മുള്ളാൻ വെച്ച. പക്ഷെ ഇവിടുത്തെ മറ്റേ ഇത്
റോസാ ചെടിയാന്ന് വിചാരിച്ചേ, പക്ഷെ തൊട്ട് നോക്കിയപ്പോ മുള്ളുണ്ട്. റോസാ ചെടിയാന്ന് വിചാരിച്ചേ, പക്ഷെ എന്താ എന്നിട്ട് പാച്ചനെ കണ്ടപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ജീവിതത്തിൽ കാണാത്ത സാധനമാണ് അതൊക്കെ. അതിനൊക്കെ ഇവിടുത്തെ കൈ കൊണ്ട് എന്താ വിശാലായിട്ടാണ് തൊട്ടോണ്ടിരിക്കണേ. ഫെദർ തൊട്ട് നോക്കിയപ്പോ ആദ്യം നല്ല മിനുസം എന്തെങ്കിലും വല്ല പൂച്ചയാ അങ്ങനെ എന്തെങ്കിലും ഐറ്റം അതുപോലെ ആയിരുന്നു. നല്ല മിനുസം ആരായാലും പേടിച്ചു പോകും. പിന്നെയാണ് മനസ്സിലായത് ഫെദറാന്നുള്ളത്. പക്ഷെ നമുക്ക് പേടിയായിരുന്നു. ഇവരായതുകൊണ്ടേ നല്ലോണം പേടിക്കണം. അവര് ജീവുള്ളതിനെ വില കൊടുത്തിട്ട് കണ്ടില്ലേ, പറയാൻ പറ്റില്ല. ഇവരായതുകൊണ്ട് നമ്മൾ ഇവരായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. തൊടുമ്പോ എന്താവും എന്നുള്ളത്. ഞങ്ങളിവിടെ 14 സാധനങ്ങൾ ആയിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതില് ആകെ 3 ഐറ്റം മാത്രം ചേച്ചിക്ക് പറയാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാം ചേച്ചി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി സക്സസ് ആയിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അത്യാവശ്യം നന്നായി ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല ഗംഭീരമായി ഞാൻ ചെയ്തോടാം. ഞാനിത് നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ